ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതൊരു സ്റ്റൂ ആണ്, എഗ്ഗ് സ്റ്റൂ ആണ്. നമ്മൾ സാധാരണ ബീഫ്, ചിക്കൻ, അതുപോലെ മട്ടൺ സ്റ്റൂ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റിൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു എഗ്ഗ് സ്റ്റൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ കുറച്ച് കരയാമ്പൂ, പട്ട, ഏലക്ക. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പിടുമ്പോൾ നേരിയ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം സ്റ്റൂവിൽ കുറച്ച് മുന്നായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് കറി താളിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പട്ടയും കരയാമ്പോ ഏലയ്ക്കും കൂടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കാരണം ഈ പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ ശരിക്കും ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. എന്നാലേ ആ ഒരു ഗ്രേവിക്കും അതുപോലെ ആ ഒരു പൊട്ടാറ്റോയ്ക്കും ക്യാരറ്റിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്ന വരെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. സാധാരണ ഇത് വേവാൻ വേണ്ടി ഒരു വിസിലടിച്ചാൽ മതി, പക്ഷെ നമുക്ക് നന്നായി ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒരു 5 കോഴിമുട്ട, പിന്നെ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, 2-ാം പാൽ എടുക്കാം. പിന്നെ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മസും കുറച്ച് കുരുമുളകും പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് പച്ചമുളകും വേപ്പിലയും ഒരു 2 സവാളയും കൂടി അരിഞ്ഞ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മുരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കോൺഫ്ലോർ നമ്മൾ കലക്കി ഇതിലേക്ക് ഒഴിച്ചാലും മതി, പക്ഷേ സ്റ്റൂ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ സവാളയൊക്കെ വഴറ്റുന്നതിന് കൂടിയിട്ട് വഴറ്റുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ 2-ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ്, 1/4 സ്പൂണോളം വാനില എസൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് തിളച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാൽ 1 ഗ്ലാസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച് ഒത്തിരി നേരം തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. തിളച്ച് എല്ലായിടത്തും തിളത്തി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മസും കുറച്ച് കുരുമുളകും കൂടി നമുക്കിതിലേക്ക് വറുത്തിടാം. ഇപ്പോൾ തല എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത കിസ്മസും കശുവണ്ടിപ്പരിപ്പും കുരുമുളകും കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, അത് പീസാക്കിയിട്ട് ചെറിയ പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ മുട്ട അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ആ കാമ്പൊക്കെ അലിഞ്ഞതിൽ ചേരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റോടുകൂടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. മിക്കവരും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.
ഞാനിപ്പോൾ ഇതിൽ വെള്ളയപ്പമാണ് എടുത്തിരിക്കുന്നത്. വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.